തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് ഡയഗ്രാം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ലെങ്ത് ആയിട്ടുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഡ്രോ SFT ആൻഡ് BMD ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഷോൺ ബിലോ. ഫിഗർ തന്നിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. അതിലൊരു 1 മീറ്റർ ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട് ഒരു 1 kN ലോഡ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് 2 kN/m UDL ഉണ്ട്. ഒരു 4 kN ലോഡ് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ സപ്പോർട്ടിംഗ് റിയാക്ഷൻസ് ആയിട്ടുള്ള RA RB കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ഡാറ്റ ഇതിൽ അവൈലബിൾ അല്ല, നൽകിയിട്ടില്ല. ഇത് കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രോബ്ലം ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ SFT BMD ചെയ്യാൻ പറ്റുള്ളൂ. RA RB സപ്പോർട്ടിംഗ് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ പാർട്ടാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്താണെങ്കിൽ പോലും വളരെ സ്പീഡായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത് സിഗ്മ B = 0. ദെൻ അപ്പോ അപ്വേർഡ് ഫോഴ്സ് RA, ദെൻ ഡൗൺവേർഡ് -1, ദെൻ UDL വരുന്നുണ്ട്. അതിനെ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട്, ഈ UDL പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 2 kN/m ആണ്. അപ്പോൾ 2 ഇൻറ്റു ആ UDL വരുന്ന ഡിസ്റ്റൻസ് എത്രയാണോ അത്ര ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അപ്പോൾ 2 ഇൻറ്റു 2, ദെൻ നെക്സ്റ്റ് ലോഡ് -4. ഓക്കെ, ദെൻ RB = 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ RA -1 -4 -4 പ്ലസ് RB = 0. RA -9 പ്ലസ് RB = 0. ഇതെല്ലാം ആഡ് ചെയ്താൽ -9 ആൻസർ കിട്ടും. RA പ്ലസ് RB = 9. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വാല്യൂ എന്നുള്ളത്. RA പ്ലസ് RB = 9 kN. ഓക്കെ, ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. സിഗ്മ MA = 0, RA × 0 അങ്ങനെയാണല്ലോ. അപ്പോൾ RA × 0 ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നത് about A ആണ്. അപ്പോൾ RA × 0 0 ആയി ക്യാൻസൽ ആയി പോകും. ഞാനത് വാല്യൂ എടുക്കുന്നില്ല. -1 × 1 -1 × about point A ലോട്ടുള്ള ഡിസ്റ്റൻസ് -1 × 1 -2 × 2. അപ്പോൾ അത് പോയിന്റ് ലോഡായി. ആ പോയിന്റ് ലോഡായി കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ സെന്ററിലാണ്. ഓക്കെ, ഈ 2 മീറ്റർ വരുന്ന ഈ ഭാഗത്തിന്റെ സെന്ററിൽ. ഓക്കെ, ഇനി ഇവിടെ മുതൽ ഈ A വരെയുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1 നമുക്ക് എഴുതാം. 1 + 1 പ്ലസ് ഈ 2 മീറ്ററിന്റെ ഹാഫ് ആയിട്ട് വരുന്നത് ഇതും 1 ആയിരിക്കും, +1. ഓക്കെ, ദെൻ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 2/2 എന്ന് വേണമെങ്കിൽ എഴുതാം, 2/2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലോഡ് എന്നുള്ളത് -4 ആണ്. 4 ഇൻറ്റു ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെ പറഞ്ഞാൽ 1 + 2 3 + 4 5 4 ഇൻറ്റു 5 പ്ലസ് RB മുകളിലോട്ടാണ്, അപ്പ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലസ് എടുത്തു. RB × 6. മൊത്തം ടോട്ടൽ ഡിസ്റ്റൻസ് RB മുതൽ A വരെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 6 ആയിരിക്കും. 1 + 1 2 2 + 2 4 4 + 1 5 5 + 1 6. ഓക്കെ, = 0. ഇനി സോൾവ് ചെയ്ത് നോക്കാം. -1 × 1 എന്ന് പറഞ്ഞാൽ -1, 2 × 2 4, 1 + 1 1 + 1 2 2 + 1 3 3 × 4 എന്ന് പറഞ്ഞാൽ 12. then -4 × 5 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് RB × 6 = 0. 20 അതുപോലെ 12 കൂട്ടി കഴിഞ്ഞാൽ 32 - 33 -33 പ്ലസ് 6 RB = 0. then 6 RB = -33 ഇക്വേഷന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്, 33. then RB = 33/6 33/6 ചെയ്ത് കിട്ടുന്ന ആൻസർ 5.5 kN ആൻസർ. ഓക്കെ, RB ലഭിച്ചു. ഇത് നമ്മൾ കേസ് നമ്പർ 2 എന്ന് കൊടുക്കാം. കേസ് നമ്പർ 2 RB = 5.5. ദെൻ നമുക്ക് എഴുതാൻ പറ്റും അടുത്ത ഇക്വേഷൻ 2 in 1. ഓക്കെ, ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം RA + RB ഇക്വേഷൻ 1 ഇക്വേഷൻ 2 in 1 ഇക്വേഷൻ 2 1ൽ പ്ലേസ് ചെയ്യാം. ദെൻ RA + RB എന്ന് പറഞ്ഞാൽ RA + RB എന്ന് പറഞ്ഞാൽ 5.5.
is equal to 9. Then RA is equal to 9 minus 5.5. Answer 3.5. Okay. 3.5 kilonewton എന്നുള്ള ആൻസർ ലഭിക്കും. അപ്പോൾ RA is equal to 3.5 kilonewton. RB is equal to 5.5 kilonewton. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ RA RB കണ്ടെത്തി ഇനി പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വെന്റിമ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് അതിനുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ഷിയർ ഫോഴ്സും വെന്റിമന്റും കണ്ടെത്തേണ്ടതാണ്. ഫസ്റ്റ് നോക്കാം. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഷിയർ ഫോഴ്സ് ഫസ്റ്റ് റീജിയൻ B2F. B2F ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ മുതൽ എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ 0 to F എത്തുമ്പോൾ 1 ആവും. 0 to 1. ഓക്കെ. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ കട്ട് ചെയ്തു ഈ ഡിസ്റ്റൻസ് x. ഓക്കെ. ഇനി ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, RB. അത് അപ്വേർഡ് ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഉള്ളത് പോസിറ്റീവ് ആണ്. RB എന്നുള്ള വാല്യൂ 5.5 kilonewton. ഓക്കെ. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് B is equal to 5.5. ഷിയർ ഫോഴ്സ് അറ്റ് F is equal to 5.5 kilonewton. ഓക്കെ. രണ്ട് വാല്യൂ സെയിം ആണ്. ഓക്കെ. ദെൻ അടുത്ത ലോഡ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് B F കഴിഞ്ഞാൽ FE. ഷിയർ ഫോഴ്സ് F to E ഡിസ്റ്റൻസ് 1 to ഇവിടെ വരെ 1 ആയി, 1 to ഇവിടെ എത്തുമ്പോൾ 2 ആയി, 1 to 2. ഓക്കെ. ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഇനി നമ്മൾ ഈ സെക്ഷൻ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഈ സെക്ഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ പുതിയൊരു സെക്ഷൻ ഫോം ചെയ്യാൻ പോവാണ്. E to F. ഓക്കെ. ഇതാണ് നമ്മുടെ സെക്ഷൻ X. ഇനി ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സിന്റെ ടോട്ടൽ ഫോഴ്സിന്റെ സം കണ്ടുപിടിക്കുക. അപ്പൊ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോണത്. റൈറ്റ് സൈഡിൽ രണ്ട് ഫോഴ്സ് ഉള്ളത്, RBയും ഈ 4ഉം. RB അപ്വേർഡ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. 5.5 മൈനസ് റൈറ്റ് സൈഡിലുള്ള 4 kilonewton ലോഡ് ഡൗൺവേർഡ് ആണ്, 4. ഓക്കെ. ബാലൻസ് വരിക 5.5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ വരിക 1.5 kilonewton. ഓക്കെ. നമുക്ക് എഴുതാൻ പറ്റും ഷിയർ ഫോഴ്സ് അറ്റ് F is equal to 1.5 kilonewton. ഷിയർ ഫോഴ്സ് അറ്റ് F കഴിഞ്ഞാൽ E is equal to 1.5 kilonewton. ഓക്കെ. ഇനി അടുത്ത റീജിയൻ. അപ്പൊ ഇത്രയും ഭാഗം കണ്ടെത്തി. ഇനി നെക്സ്റ്റ് റീജിയൻ സോണ് ചൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. നെക്സ്റ്റ് സോൺ ഷിയർ ഫോഴ്സ് E to F എന്ന് പറഞ്ഞു, സോറി F to E എന്ന് പറഞ്ഞു. ഇനി E to D. E to D ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടെ വരെ 2 എത്തി. then 2 to ഇവിടെ എത്തുമ്പോൾ 4 ആവും. 2 to 4 kilonewton, സോറി 2 to 4 മീറ്റർ ലെങ്ത്. അവിടെയുള്ള ഷിയർ ഫോഴ്സ് ഇക്വേഷൻ കാണാം. ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഇനി ഞാൻ സെക്ഷൻ ഇങ്ങോട്ട് കട്ട് ചെയ്തു. ഈ ഡിസ്റ്റൻസിനെ x. ഈ സെക്ഷൻ കട്ട് ചെയ്തു പറഞ്ഞാൽ കറക്റ്റ് സെന്റർ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷൻ ആവണമെന്നില്ല. ഈ സോണ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ സോണിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയാൽ മതി. ഈ സോൺ ആണെങ്കിൽ അതിന്റെ ഇടയിലായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ സംശയം വരാൻ പാടില്ല. ഈ ഡിസ്റ്റൻസിനെ x എന്ന് പറയും. then ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഇനി ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സിന്റെ സം. ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് RB വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, then ഡൗൺവേർഡ് ഒരു UDL 2 kilonewton per meter വരുന്നുണ്ട്. ചെയ്ത് നോക്കാം. 5.5 അപ്വേർഡ് അതുകൊണ്ട് തന്നെ പോസിറ്റീവ്, -4 ഡൗൺവേർഡ് ആയതുകൊണ്ട് -4 ആയി. then അടുത്ത ഫോഴ്സ് UDL ആണ്, അത് ഡൗൺവേർഡ് ആണ്, മൈനസ് കൊടുത്തു. then അത് UDL ആകുന്നതുകൊണ്ട് തന്നെ അതിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 into പോയിന്റ് ലോഡാക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് ഉള്ളൂ ഇത്. ഓക്കെ. ഈ UDL വരുന്നത് ഇത്ര ഡിസ്റ്റൻസിലുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്.
ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ്. എക്സ് എന്ന് ഇവിടെ 1 1 2, അതായത് ഇത്രയും ഡിസ്റ്റൻസ് എക്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡിസ്റ്റൻസ് 2. അപ്പൊ ഈ മൊത്തം ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഡിസ്റ്റൻസ് കിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് എന്താ പറ്റും? ഈ മൊത്തം ഡിസ്റ്റൻസ് എക്സ്, എക്സ് മൈനസ് ഈ ഡിസ്റ്റൻസ് 2, എക്സ് മൈനസ് 2, 2 ഇൻറ്റു എക്സ് മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മള് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ ഫോഴ്സുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി ഷിയർ ഫോഴ്സ് അറ്റ് E is equal to 5.5 minus 4. 5.5 minus 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? 1.5 മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സിന് വാല്യൂ കൊടുക്കണം. ഇന്റെ വാല്യൂ 2 ആണ്. 2 മൈനസ് 2. ഓക്കെ, then 1.5 minus 2 into 2 minus 2, ഈ ടൈം വരുമ്പോൾ 0 ആയി പോകും. അപ്പോൾ 2 into 0 എന്ന് പറഞ്ഞാൽ ടൈം 0 ആയി പോകും. ബാലൻസ് 1.5. ഓക്കെ, 1.5 കിലോ ന്യൂട്ടൺ, 1.5 കിലോ ന്യൂട്ടൺ അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ഇ കഴിഞ്ഞാൽ ഡി, അറ്റ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു, ഇനി ഈ ഇക്വേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇ ടു ഡി 5.5 മൈനസ് 4 1.5. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ 5.5 മൈനസ് 4 ആണ് 1.5 മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഞാൻ എടുത്തു. എക്സിന് വാല്യൂ, ഡിന്റെ വാല്യൂ എന്നുള്ളത് സെക്കൻഡ് വാല്യൂ 4 ആണ്. ഓക്കെ, 4 മൈനസ് 2 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മൈനസ് 2 into 4 minus 2 പറഞ്ഞാൽ 2. ഓക്കെ, 1.5 മൈനസ് 4 എന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 മൈനസ് 2.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, മൈനസ് 2.5 കിലോ ന്യൂട്ടൺ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും ഡാറ്റ കിട്ടി. ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത സെക്ഷൻസ് ചൂസ് ചെയ്യണം. ഇനി വരുന്ന സെക്ഷൻസ് ചൂസ് ചെയ്യണം. ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം ചേഞ്ച് വരുത്താൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ റീജിയൻ കണ്ടു, ഈ റീജിയൻ കണ്ടു, ഈ റീജിയൻ കണ്ടു. എനിക്ക് ഈ റീജിയൺ കണ്ടുപിടിക്കാണ്ട്, ഈ റീജിയൺ കണ്ടുപിടിക്കാണ്ട്. ഇനി എനിക്ക് ഒന്നെങ്കിലും ഒരു ഓപ്ഷൻ ഉള്ളത്, ഞാനിവിടെ സെക്ഷൻ ഇവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ സെക്ഷന്റെ റൈറ്റ് സൈഡ് എല്ലാം ചൂസ് ചെയ്യാം. അതൊരു ഓപ്ഷൻ ഉള്ളതാണ്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ ആകെ 2 റോളേ വരുന്നുള്ളൂ. റൈറ്റ് സൈഡ് ചൂസ് ചെയ്യുമ്പോൾ നോക്കൂ ഒരുപാട് റോള് വരുന്നുണ്ട്. കുറച്ചുകൂടെ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ ഈസി ആവുക ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത്രയും 3 പാർട്ട് ഞാനിവിടെ റൈറ്റ് സൈഡ് ചെയ്ത് നിർത്തിയിട്ട് ഈ ഒരു 2 ഭാഗം ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എല്ലാം ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് അവിടെ അവസാനിക്കണം, അങ്ങനെ നിർബന്ധം കണ്ടീഷൻ ഒന്നുമില്ല. ഇത്രയും ഭാഗം നമ്മൾ റൈറ്റിൽ ഒന്ന് ചെയ്ത് അവസാനിപ്പിച്ച് നിർത്തി. ബാലൻസ് വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്യാന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള കാര്യം. റൈറ്റ് സൈഡിൽ ഒരുപാട് പോയിസ് വരുന്നുണ്ട്, അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ല. ഇവിടുന്ന് വന്നിട്ട് ഇവിടെ നിർത്തി ബാലൻസ് 2 സെക്ഷൻ ഞാൻ ലെഫ്റ്റ് സൈഡ് ചെയ്ത് പോയി. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ചെയ്യാൻ പോവാണ്. ഷിയർ ഫോഴ്സ് A2 പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, A2C എന്നാണ് കൊടുത്തത്. ഞാൻ ഇതുവരെ B2F പോകുന്ന ഡയറക്ഷനാണ് പേര് കൊടുത്തത്. A2 അല്ലെങ്കിൽ A2C ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇനി ഇവിടുത്തെ കൗണ്ട് ചെയ്യുമ്പോൾ A2C എന്ന് പറയുമ്പോൾ ഇവിടെ 0 പോയിന്റ് ആണ്. 0 to ഇവിടെ എത്തുമ്പോൾ 1, 0 to 1. ഓക്കെ, ദെൻ ഷിയർ ഫോഴ്സ് ഈക്വൽ ടു, ഞാൻ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തു. ദെൻ ഈ ഡിസ്റ്റൻസിന് X എന്ന് മാർക്ക് ചെയ്തു. ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വരുന്ന ഫോഴ്സ് നോക്കൂ, അപ്വേർഡ് ഒരു 6 മാത്രമേ ഉള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് അപ്വേർഡ് ആണ്. അപ്വേർഡ് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അപ്വേർഡ് നെഗറ്റീവ് ആണ്. റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ. R is equal to minus 3.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് ഇത് എഴുതാൻ പറ്റും. ഷിയർ ഫോഴ്സ് അറ്റ് A is equal to minus 3.5 കിലോ ന്യൂട്ടൺ. ഷിയർ ഫോഴ്സ് അറ്റ് A കഴിഞ്ഞാൽ C is equal to minus 3.5 കിലോ ന്യൂട്ടൺ. ഓക്കെ,
അപ്പൊ അത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്പേസ് കുറവ് കാരണം ഈ കിട്ടിയ ഫൈനൽ ആൻസേഴ്സ് മാത്രം മാറ്റി എഴുതുന്നുണ്ട്. ഷിയർ ഫോഴ്സ് ഓക്കെ SF at B 5.5, SF at F 5.5. മോഡൽ സ്പേസ് കുറവ് കാരണമാണ് ഞാനിങ്ങനെ വാല്യൂസ് മാറ്റിയിരുന്നത്. ഓക്കെ, ഇനി ഈ സോണാണ് അടുത്ത് കാണാനുള്ളത്. ഈ സോൺ ചെയ്ത് കഴിഞ്ഞു. ഈ സോൺ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുത്ത സെക്ഷൻ കട്ട് ചെയ്തു. ഈ ഡിസ്റ്റൻസിനെ X എന്ന് പറഞ്ഞു. ഞാൻ അത് പേര് ചെയ്താൽ പോവാണ്. ഷിയർ ഫോഴ്സ് C to D. അത് എഴുതുന്ന അതുപോലെ തന്നെ എഴുതണം. C to D. D to C എന്ന് എഴുതാൻ പാടില്ല, അപ്പോൾ റീഡിങ് തെറ്റി പോകും. C to D ആണ്. കാരണം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് നിന്നാണ് ചെയ്തു പോകുന്നത്. C to D ഡിസ്റ്റൻസ് 1 to 2. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ 1 ആയി ഉണ്ടാവും, ഇവിടെ എത്തുമ്പോൾ 2. ഓക്കെ, ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഇതിന്റെ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഫോഴ്സുകൾ 2 ഫോഴ്സാണ്. ഒന്ന് R, അതുപോലെ ഒന്ന് നമ്മുടെ ഈ C എന്നുള്ള പോയിന്റുള്ള 1 കിലോമീറ്ററിലൂടെ. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. അതിങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. 2 ഭാഗത്തും ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ സൈനുകൾ ഇങ്ങനെ മാറിപ്പോകും. ഇവിടെ ഷിയർ ഫോഴ്സ് വരുന്നത് അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവ്. അതായത് സെക്ഷന്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഷിയർ ഫോഴ്സ് അപ്വേർഡ് പോസിറ്റീവ് ഡൗൺവേർഡ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സൈഡിൽ. അപ്പോൾ ഷിയർ ഫോഴ്സ് ഈക്വൽ ടു അപ്വേർഡ് നെഗറ്റീവ് ആണ് -3.5 +1 ഡൗൺവേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ്. അപ്പോൾ -2.5 kilonewton ലോഡ് വരും. Then shear force at C is equal to -2.5 kilonewton. Shear force at D is equal to -2.5 കഴിഞ്ഞാൽ നെക്സ്റ്റ് -2.5 kilonewton. ഓക്കെ, സെയിം ആണ്, സെയിം വാല്യൂ ആണ്, 2 പോയിന്റ്. അപ്പോൾ സിയിലും ഡിയിലും 2.5 -2.5 -2.5 kilonewton എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫിഗർ ഞാൻ ഒരുമിച്ച് എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് വരയ്ക്കുന്നുള്ളൂ. ബെഞ്ചിങ് ഡയഗ്രം കാരണം അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ആദ്യം ഈ ഫിഗർ സെപ്പറേറ്റ് എടുത്ത് വരച്ചതിന് ശേഷം അതിന്റെ താഴെ ഷിയർ ഫോഴ്സ് ഡയഗ്രം, അതിന്റെ താഴെ ബെഞ്ചിങ് ഡയഗ്രം, ആ ഒരു ഓർഡറിൽ വേണം വരാൻ. ഓക്കെ, അങ്ങനെ തന്നെ വേണം വരയ്ക്കാൻ. ദെൻ ബെൻഡിങ് ഡയഗ്രം കാണണം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി പുതുതായിട്ട് ചെയ്യാൻ പോണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ബെൻഡിങ് മൊമെന്റ് ഞാൻ തുടക്കം ഷിയർ ഫോഴ്സ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിൽ ചെയ്തു തുടങ്ങാണ്. സെക്ഷൻ കട്ട് ചെയ്തു. അതായത് B to F ആണ് എടുക്കാൻ പോകുന്നത്. B to F 0 to 1. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഫോഴ്സ് പറഞ്ഞാൽ RB ആണ്. RB അപ്വേർഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ എഫക്റ്റ് ഹോഗിങ് ആയിരിക്കും, സോറി സാഗിങ് ആയിരിക്കും. കാരണം ഇത് ഇങ്ങനെയാണ് ബെൻഡ് ആവുക. സാഗിങ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണ് മൊമെന്റ്. 5.5 ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് X ഇൻറ്റു ഡിസ്റ്റൻസ് X 5.5 ഇൻറ്റു X. ഞാൻ ചെയ്ത് നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് B ഈക്വൽ ടു 5.5 ഇൻറ്റു ബിയിലെ എക്സിനെ പോയിന്റ് എന്നുള്ളത് 0. 5.5 ഇൻറ്റു 0 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് F -5.5 ഇൻറ്റു ഡിസ്റ്റൻസ് എഫിൽ 1 5.5 കിലോമീറ്റർ. ഓക്കെ, ഇനി അപ്പോൾ ആ സോൺ അടുത്ത വർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് സോണ് ചൂസ് ചെയ്യാൻ പോവാണ്. ബെൻഡിങ് മൂവ്മെന്റ് B to F കഴിഞ്ഞാൽ F to E. F to E എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് 1 to 2 മീറ്റർ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ബെൻഡിങ് മൂവ്മെന്റ് ഈക്വൽ ടു സെക്ഷൻ ഇവിടെ കട്ട് ചെയ്തു. EF ആണ് നമ്മുടെ സോൺ, അതിന്റെ ഇടയിൽ കട്ട് ചെയ്തു. ഡിസ്റ്റൻസ് നമ്മൾ X എന്ന് മാർക്ക് ചെയ്തു. ദെൻ
ബെൻഡ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സിന്റെ സമ്മ്, അതായത് ഈ ഫോഴ്സിന്റെ സമ്മ് ആദ്യം നോക്കാം. ആർ ബി ഇൻറ്റു എക്സ്, അതായത് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, സെക്ഷൻ വരെയുള്ള അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത സെക്ഷൻ വരെയുള്ള പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അങ്ങോട്ടുള്ള മൂവ്മെന്റ്, എല്ലാ ഫോഴ്സും മുതൽ ഈ പോയിന്റ് വരെയുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ പോയിന്റിലോട്ടുള്ള മൂവ്മെന്റ് ആർ ബി ഇൻറ്റു എക്സ്. ഓക്കെ, 5.5 ഇൻറ്റു എക്സ് മൈനസ് അടുത്ത ലോഡ് 4 ആണ്. 4 ഇൻറ്റു ഈ നമുക്ക് 4 ഇൻറ്റു എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് വരുള്ളൂ. 4 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടുള്ളൂ. ഫോഴ്സ് ലോഡ് മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ഡിസ്റ്റൻസ് വേണ്ടുള്ളൂ. ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടില്ല. അപ്പൊ മൊത്തം നോക്കി, ഈ ഡിസ്റ്റൻസ് ടോട്ടൽ എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് 1 ആണ് നമുക്കറിയാം. അപ്പൊ ഈ എക്സിൽ നിന്നും ഈ 1 കുറച്ചാലും കിട്ടും, ഈ ഡിസ്റ്റൻസ് കിട്ടും. അത് എക്സ് മൈനസ് 1 എന്നായിരിക്കും ഈ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, 4 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് F is equal to 5.5 into F distance x എന്നാൽ 1 ആണ്. 1 minus 4 into 1 minus 1, x distance 1 ആണ്, അതുകൊണ്ട് 1 കൊടുത്തു. Then 5.5 minus 1 into 1 പറയുമ്പോൾ ഈ ടൈം 0 ആയി പോകും. 4 into 0 0. അപ്പോൾ 5.5 കിലോന്യൂട്ടൺ മീറ്റർ. ഓക്കെ, then ബെൻഡിങ് മൊമെന്റ് അറ്റ് എഫ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരിക ഇ. 5.5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞാൽ ഇയിലെ ഡിസ്റ്റൻസ് 2. 5.5 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 2. 2 മൈനസ് 1. ഓക്കെ, then 5.5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 11 മൈനസ് 4, 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 7 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി എഴുതാം സ്പേസ് ഓവർ കാരണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സോൺ ചെയ്യാം. അടുത്ത സോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ഔട്ട് ചെയ്യുകയാണ്. സെക്ഷൻ, ഈ ഒരു സെക്ഷൻ ഇടയ്ക്ക് ഞാൻ സെക്ഷൻ എടുത്തു, നേരത്തെ വരച്ചതാണ് ഈ ഒരു പോയിന്റോട്, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഈ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഡിസ്റ്റൻസിനെ എക്സ് എന്ന് മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെന്റ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇ ഡി എന്ന് പറഞ്ഞ സോണാണ് ചൂസ് ചെയ്തത്. അവിടെ ഡിസ്റ്റൻസ് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 2 എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തുമ്പോൾ 4. 2 to 4. ഓക്കെ, ഇനി ഇക്വേഷൻ ഫോം ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ്, അതിന്റെ മൊമെന്റ്, ഈ ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 5.5 ഇൻറ്റു എക്സ്. 5.5 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് ഇവിടെ മുതൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസ് എക്സിന് ഇത്രയും ഡിസ്റ്റൻസ് കുറച്ചാൽ മതി, അതാണ് ഈ ഡിസ്റ്റൻസ് വരിക. 4 ഇൻറ്റു എക്സ് മൈനസ് 1. 4 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, അടുത്ത ഫോഴ്സ് വരുന്നത് ഒരു യു ഡി എൽ ആണ്. അത് ഡൗൺ വേർഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് ഹോക്കിംഗ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മൈനസ് കൊടുത്തു. ദെൻ 2 ആണ്. ആ 2 എന്ന് പറയുന്ന മൊമെന്റിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പോയിന്റോടായി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എക്സ് ആണ്, അതിൽ നിന്നും ഈ ഡിസ്റ്റൻസ് കുറയ്ക്കണം. എക്സ് മൈനസ് 1 പ്ലസ് 1, എക്സ് മൈനസ് 2 കുറച്ചാൽ ഈ ഡിസ്റ്റൻസ് ലഭിക്കും. ഓക്കെ, 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ ആ പോയിന്റിനോട് കിട്ടിയ പോയിന്റോട് ആക്റ്റീവ് എവിടെയാണ്, ഇതിന്റെ സെൻട്രൽ ആക്റ്റീവ്, ഈ ഒരു പോയിന്റിന്റെ സെൻട്രൽ ആക്റ്റീവ്. ഇനി ആ പോയിന്റോട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ മുതലുള്ള ഇങ്ങോട്ടുള്ള, അപ്പൊ ആ പോയിന്റോട് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ കിട്ടിയ പോയിന്റോടാണ് ഇത് 2 ഇൻറ്റു എക്സ് മൈനസ് 2 പോയിന്റോട്. ഈ പോയിന്റോട് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിന്റെ ഇത് ആക്ട് ചെയ്തതിന്റെ സെൻട്രലാണ്. അപ്പൊ ഈ എക്സ് മൈനസ് 2ന്റെ ഹാഫിൽ ഇത് വരുള്ളൂ. ഓക്കെ, ഇത് ടോട്ടൽ എക്സ് മൈനസ് 2 ഡിസ്റ്റൻസ് ആണ്. എക്സ് മൈനസ് 2ന്റെ ഹാഫിലാണ് വരിക. അപ്പൊ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എക്സ് മൈനസ് 2/2, ഇങ്ങോട്ടുള്ളത് എക്സ് മൈനസ് 2/2. അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പൊ എക്സ് മൈനസ് 2/2.
എന്ത് ചെയ്തത് x-2/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫൈവ് പോയിന്റ് ഫൈവ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് അറ്റ് E is equal to 5.5 into x എന്ന് പറഞ്ഞാൽ 2 minus 4 into x minus 1 2 minus 1 okay minus 2 into 2 minus 2 x ലെ e ലെ ഡിസ്റ്റൻസ് 2 ആണ്, അപ്പോൾ 2 കൊടുത്തു. അടുത്ത 2 minus 2/2 ഓക്കെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 5.5 into 2 എന്ന് പറഞ്ഞാൽ 11 minus 4 into 2 minus 1 എന്ന് പറഞ്ഞാൽ 2 minus 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 കിട്ടും. 1 into 4 minus 2 into 2 minus 2 എന്ന് പറഞ്ഞാൽ 0 into ഇവിടെ 0 ആണ്, 0 into 0 0, 2 into 0 0 ഓക്കെ. അപ്പോൾ ടൈം 0 ആയി പോയി. ബാലൻസ് 11.4 is equal to 7 kilonewton meter. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് E കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് E കഴിഞ്ഞാൽ എന്ത് ചെയ്തു, D ചൂസ് ചെയ്തു. 5.5 ഈ ഇക്വേഷനിൽ x ന്റെ സ്ഥാനത്ത് d ന്റെ ഡിസ്റ്റൻസ് 4 മാർക്ക് ചെയ്യാം. 5.5 into 4 minus 4 into 4 minus 1 okay 4 into 4 minus 1 then minus 2 into x minus 2 4 minus 2 into 4 minus 2/2 okay. സോൾവ് ചെയ്യുന്നത് കിട്ടാൻ നോക്കാം. 5.5 into 4 എന്ന് പറഞ്ഞാൽ 22 minus 4 minus 1 എന്ന് പറഞ്ഞാൽ 3 into 4 എന്ന് പറഞ്ഞാൽ 12 okay minus 4 minus 2 എന്ന് പറഞ്ഞാൽ 2, ഇവിടെ 2 ഉണ്ട്, 2 into 2 4/2 ഈ 2 ക്യാൻസൽ ആയി പോകും. 4 minus 2 4 minus 2 into 2 4 ഓക്കെ. ബാലൻസ് വരിക 22 ന്ന് 12 കുറച്ചാൽ ബാലൻസ് കിട്ടുന്ന ആൻസർ 10 4 കുറച്ചാൽ കിട്ടുന്ന ആൻസർ 6 കിലോന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമ്മൾ ഇത്രയും ആൻസർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാണ്. അറ്റ് E കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും ഈ സോണിൽ E വരും. E is equal to 7 kilonewton meter. E കഴിഞ്ഞാൽ D ആണ്. D is equal to 6 kilonewton meter. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സോൺ ചെയ്യാം. അടുത്ത സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ ഷിയർ ഫോഴ്സ് ചെയ്തപ്പോൾ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു. ഇനി ബാക്കി ഇവിടുന്ന് ചെയ്തു പോവാണ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൂവ്മെന്റ് അടുത്ത സോണ് A to C ഡിസ്റ്റൻസ് 0 to 1 സെക്ഷൻ കട്ട് ചെയ്തു. ഡിസ്റ്റൻസ് x ആണ്. ബെൻഡിങ് മൂവ്മെന്റ് ഈക്വൽ ടു നമുക്ക് ഇനി സോൺ നോക്കാം. ബെൻഡിങ് മൂവ്മെന്റ് A to C 0 to 1 ബെൻഡിങ് മൂവ്മെന്റ് നമ്മൾ 3.5x 3.5 into x ഇതിന്റെ എഫക്റ്റീവ് സാഗിങ് ആയിരിക്കും. സാഗിങ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് 3.5 into x minus 3 into 3.5 into 0 kilonewton meter then 3.5 into x 3.5 into x നെ ഞാൻ 1 കൊടുത്തു minus 3.5 kilonewton meter എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെന്റ് C to D 1 to 2 ബെൻഡിങ് മൊമെന്റ് C to D 1 to 2 മീറ്റർ കേസിൽ ഇതിന്റെ എഫക്റ്റ് എന്ത് വരിക, സാഗിങ് ആണ്. അപ്പോൾ 3.5 into x അടുത്ത ഫോഴ്സ് എന്നുള്ള ഇതിന്റെ എഫക്റ്റ് ഹോഗിങ് ആയിരിക്കും. 1 into ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ x minus 1 into x minus 1 ഓക്കെ. ചെയ്ത് നോക്കാം. 3.5 into 1 minus 1 into 1 minus 1 ചെയ്ത് കഴിഞ്ഞു. അതായത് ബെൻഡിങ് മൊമെന്റ് അറ്റ് C ആണ് ചെയ്യാൻ പോകുന്നത്. കിട്ടുന്ന ആൻസർ
3.5 kilonewton meter. Okay. Then next bending moment at C കഴിഞ്ഞാൽ ചെയ്യുന്നത് D ആണ്. 3.5 into x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 minus 1 into 2 minus 1. Okay. 3.5 into 2 എന്ന് പറഞ്ഞാൽ 7. 2 minus 1 എന്ന് പറഞ്ഞാൽ 1. 1 into 1 1. 6 kilonewton meter എന്നുള്ള ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഓർഡറിന് എഴുതി പോവാണ്. അപ്പോൾ വന്നത് ഇങ്ങനെയാണ്: ബി കണ്ടു, എഫ് കണ്ടു, പിന്നെ എഫിൽ എഫ് കണ്ടു, ഇ കണ്ടു, പിന്നെ ഇ ഡിയിൽ ഇ കണ്ടു, ഡി കണ്ടു. ഇനി എനിക്ക് ശരിക്കും വേണ്ടത് ഡി വേണം, സി വേണം, സി വേണം, എ വേണം. ചെയ്തു പോയത് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ ഒരു പോയിന്റാണ് ആദ്യം എഴുതാൻ പോണത്. ഈ ഡി അടുത്ത ഡിയിലെ ഡിസ്റ്റൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 6 kilonewton meter. ഡി കഴിഞ്ഞു. നെക്സ്റ്റ് അറ്റ് സി, സിയിൽ എന്ന് പറഞ്ഞാൽ 3.5 kilonewton meter. സിയിൽ വീണ്ടും മുകളിൽ 3.5 kilonewton meter. then എയിൽ 0 kilonewton meter. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഈ ഡയഗ്രാംസ് എല്ലാം കളയാണ്. ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. ഇത് പോയിന്റ് എ 6 4 kilonewton, 2 kilonewton per meter, then 1 kilonewton, one meter, 1 meter, 1 meter, 1 meter, centrally 2 meter. Okay, ഞാനിനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാമിലുള്ള ആക്സിസ് വരച്ചു. ഇനി ബിയിലുള്ള വാല്യൂ എത്രയാണ്? 5.5 പോസിറ്റീവ് ആണ്. മുകളിലോട്ട് വരച്ചു. 5.5 പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് വരച്ചു. ദെൻ അറ്റ് ബി കഴിഞ്ഞ് എഫിൽ എത്രയാണ്? 5.5. എ ബി സി ഡി ഇ എഫ്. അപ്പോൾ എഫിൻ്റെ നേരെ ആക്സിസിന് നേരെ താഴെ എഫിൽ 5.5. ഓക്കെ, ദെൻ അറ്റ് എഫിൽ വീണ്ടും എത്രയാണ്? 1.5. ഓക്കെ, അപ്പോൾ 1.5 പറയുമ്പോൾ ഇത്രയും 5.5 ആണെങ്കിൽ 1.5 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറവായിരിക്കും. ഒരു 1.5 മാർക്ക് ചെയ്തു. ദെൻ ഷിയർ ഫോഴ്സ് അറ്റ് എഫ് കഴിഞ്ഞാൽ വീണ്ടും ഇയിൽ എത്രയാണ്? 1.5. ഇയിൽ 1.5. ഇയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു 1.5 മാർക്ക് ചെയ്തു. രണ്ട് സോൺ കണക്ട് ചെയ്ത് വരച്ചു. ദെൻ ഇ കഴിഞ്ഞു. ദെൻ ഡി, ഡിയിൽ -2.5. ഡിയിൽ -2.5 ആണ് കാണിക്കുന്നത്. ഡിയിൽ -2.5. വീണ്ടും ഇയിൽ 1.5 ഉണ്ട്, അപ്പോൾ അത് വീണ്ടും മാർക്ക് ചെയ്തു. ദെൻ ഡിയിൽ -2.5. ഡി എന്ന് പറഞ്ഞ പോയിന്റ് -2.5. ഓക്കെ, ഞാനിവിടെ ഡിസ്റ്റൻസ് വാല്യൂ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. 5.5 kilonewton, 1.5 kilonewton, then 2.5 kilonewton. ഞാൻ ചെയ്തു. ഇപ്പോൾ അവസാനിച്ചത് ഈ രണ്ട് പോയിന്റാണ് ഇവിടെയും ഇവിടെയും. അത് കണക്ട് ചെയ്ത് വരയ്ക്കണം. 2.5 kilonewton. 2.5 kilonewton കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും ഡി നോക്കി. അപ്പോൾ വീണ്ടും -2.5 kilonewton ആണ്. പിന്നെ അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഷിയർ ഫോഴ്സ് അറ്റ് സി -2.5. അറ്റ് സിയിൽ -2.5. മൈനസ് ആയതുകൊണ്ട് താഴോട്ട് വരച്ചു. ഈ വാല്യൂ ഉള്ളത് 2.5. ദെൻ അറ്റ് സി കഴിഞ്ഞാൽ വീണ്ടും സി നോക്കി. അപ്പോൾ അവിടെ 3.5 ആണ്, -3.5 ആണ് കാണാൻ പറ്റുന്നത്. അറ്റ് സി ഡി കഴിഞ്ഞു 3.5, സി 2.5.
ദെൻ നെക്സ്റ്റ് സിയിൽ വീണ്ടും -3.5. -3.5 കൊണ്ട് തന്നെ ഇത്രയും 2.5 ആണ്. ഒരു കുറച്ചുകൂടെ കയറ്റി വരയ്ക്കുക. -3.5. ഈ ഡിസ്റ്റൻസ് -2.5 കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് -3.5. ഷിയർ ഫോഴ്സ് TA -3.5. അതെന്ന് പറഞ്ഞാൽ 3.5. ഓക്കെ, ഇത്രയും ഭാഗം ഇതാണ് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, SFD. അപ്പൊ നമ്മൾ SFD വരച്ചു കഴിഞ്ഞു. ഇനി BMD വരയ്ക്കണം. ഇവിടെ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാനിത് മായ്ച്ചു കളയാണ്. ശരിക്കും ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇതിന്റെ നേരെ താഴെ തന്നെ വേണം BMD വരാൻ. ഓക്കെ, BMD ഇവിടെ വരയ്ക്കാൻ പോകണം. ആക്സിസ് വരച്ചു. അടുത്ത ഫസ്റ്റ് B എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് B is equal to 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് F is equal to 5.5. F ആണ് അടുത്ത പോയിന്റ്. 5.5 പോസിറ്റീവ് ആണ്. അപ്പൊ അപ്വേർഡ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കിട്ടി കഴിഞ്ഞു. ബെൻഡിങ് മൊമെന്റ് ഇവിടെ പോയിന്റിലോടാണ് ഇതിന്റെ എഫക്ട്. F പോയിന്റിലോടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് വരച്ചാൽ മതി. സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ സ്ലോപ്പ് ചെയ്ത് വരച്ചാൽ മതി. പറയാൻ കാരണം നമ്മളൊരു ഹൈപ്പർബോൾ ഇങ്ങനെ കർവായിട്ട് വരാറുണ്ട്. സംശയമുള്ളവർ ഈ ഒരു ഭാഗം, ഈ ഒരു സോൺ എടുത്ത് അവിടുത്തെ ഇക്വേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സിന്റെ പവർ 1 ആയിരിക്കും. നമ്മളോട് മായ്ച്ചു കളഞ്ഞതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ആ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ കാണാൻ പറ്റും ആ ഇക്വേഷനിൽ എക്സിന്റെ പവർ 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാനുള്ള കാരണം. ഓക്കെ, ദെൻ അപ്പൊ ഇത് കഴിഞ്ഞു. ദെൻ ഷിയർ ഫോഴ്സ് അറ്റ് F 5.5. വീണ്ടും 5.5 ആണ് വരുന്നത്. ദെൻ 5.5 കഴിഞ്ഞാൽ അടുത്ത് ഇയില് 7 kN/m. 7 kN/m. ഈ നോക്കി 5.5നേക്കാളും വലുതാണ് 7. അപ്പോൾ കുറച്ച് കയറ്റി വരച്ചു. 7.5 kN. പിന്നെ എന്ത് ചെയ്തു? ഇത് രണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ നോക്കുമ്പോൾ 7.5 ആണ്. അപ്പോൾ പിന്നെ വരക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് തന്നെ സെയിം ആണ്. ദെൻ ഡിയില് 6 kN/m. D എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ 6 kN. 7 ആണ്, ഇവിടെ 6 ആണ്. ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് വരും. ഓക്കെ, ദെൻ അത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. അതാണ് ആ പോയിന്റ്. കർവ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല വരിക. കുറച്ച് എവിടെയാണോ ആ ഷിയർ ഫോഴ്സ് ഡയഗ്രം മൂവ് ചെയ്ത് ആ പോയിന്റിലായിരിക്കും മാക്സിമം വാല്യൂ വരിക. അപ്പൊ ഓൾമോസ്റ്റ് ഇങ്ങനെ കർവ് വരും. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡി വീണ്ടും 6 kN/m തന്നെയാണ്. ദെൻ സി 3.5 kN/m. 3 ഇതാണ്. സിയിൽ 3.5 5.5 ആണത്. അതിനേക്കാളും കുറവായിരിക്കണം 3.5. ദെൻ സിയിൽ വീണ്ടും 3.5 തന്നെയാണ്. ഇനി എയില് 0. ദെൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ സ്ലോപ്പ് വരയ്ക്കുക. കാരണം ഈ സോണത്തെ ഇക്വേഷൻ നോക്കുമ്പോൾ എക്സിന്റെ പവർ 1 ആയിരിക്കും. കാരണം ഇവിടെ പോയിന്റോടാണ്. ഇവിടെ ഇങ്ങനെ കർവാക്കി വരയ്ക്കാനുള്ള കാരണം സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാമായിരുന്നു. കർവാക്കി വരയ്ക്കാനുള്ള കാരണം ഇവിടെ UDL ആണ്. ഒരു റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിലെ ഇക്വേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ എക്സിന്റെ പവർ x വന്നുണ്ടാവും, അല്ലെങ്കിൽ x - 2 × x - 2 വന്നുണ്ടാവും. x - 2 × x - 2 അല്ല x - 1 × x - 1. രണ്ട് x തമ്മിൽ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലൊരു സംഭവം ഉണ്ടായിരിക്കും എക്സിന്റെ പവർ. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, പോയിന്റ് വരുന്ന കേസിൽ സ്ലോപ്പ് വരുള്ളൂ, കർവ് വരില്ല. ഇവിടെ വരുന്ന കേസിൽ യൂഡിൽ വരുന്ന കേസിൽ കർവായിട്ട് വരിക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കാണുന്ന കേസിൽ പോയിന്റോടാണെങ്കിൽ ഞാൻ തിരിച്ചും വരാം. ഇങ്ങനെ യൂഡിയിലും പോയിന്റ് നോക്കി വരയ്ക്കുന്നേക്കാൾ സുഖം അതിന്റെ ഡിഗ്രി പവർ നോക്കി വരയ്ക്കുന്നതായിരിക്കും നല്ലതാവുക. അതുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ ഇത് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കാം. ഈ ഒരു വാല്യൂ എന്നുള്ളത് 0, ഇവിടെ 5.5, ദെൻ ഈ ഒരു വാല്യൂ എന്നുള്ളത് 7. ഓക്കെ, ദെൻ ഈ ഒരു വാല്യൂ 6 kN. ഈ ഒരു വാല്യൂ എന്നുള്ളത് 3.5 kN. ഓക്കെ, ഞാൻ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ,
ഇതാണ് നമ്മുടെ ഷേപ്പ് ഫോഴ്സ് ഡയഗ്രാം ബെൻഡ് വേണമെങ്കിൽ വരച്ചു. ഈസിയാണ്, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷേ എത്ര സിമ്പിൾ പ്രോബ്ലം ആയാലും ടഫ് പ്രോബ്ലം ആയാലും ലെങ്ത് ആയിട്ടുള്ള പ്രോബ്ലം ആയാലും അതിൽ റൂൾസ് വളരെ സിമ്പിളാണ്. സെക്ഷൻ്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആക്കി എടുക്കണം, ഡൗൺവേർഡ് നെഗറ്റീവ് ആക്കി എടുക്കണം. ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ അപ്വേർഡ് നെഗറ്റീവ്, ഡൗൺവേർഡ് പോസിറ്റീവ് ആക്കി എടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിൻ്റെ തിയറി പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു 5 പ്രോബ്ലം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ റൂൾസിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോസിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നതല്ല, ലെങ്ത് ആകുമ്പോൾ ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കാണ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ എടുക്കണം. താങ്ക് യു.